Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇഞ്ചിക്കറിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തേക്കുമ്പോഴത്തേക്ക് ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വലിപ്പമുള്ള ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഞാനിത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് അതിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞേക്കുവാണ്. ഇനി ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിത് തവയിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി ഇടണേന്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. നല്ല ബ്രൗൺ കളറാവുന്ന വരെ വറക്കണം. ചെറിയ തീയിലിട്ട് തന്നെ വേണം അത് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഞാനിതിൻ്റെ അകത്ത് 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇരുമ്പ് ചീഞ്ചട്ടിയിലാണ് ഇത് വറുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണെങ്കിലും വെളിച്ചെണ്ണ ഒഴിക്കണം അതിൻ്റെ അകത്ത്. ഇപ്പോൾ നോൺ സ്റ്റിക്കിലാകുമ്പോൾ അധികം എണ്ണ വേണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ഒഴിച്ചേക്കുന്നത്. ഇപ്പോൾ ഇഞ്ചി നല്ല മൂത്തിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പ്. ഇതിൽ വെള്ളം ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇതൊന്ന് വെള്ളം ഒന്ന് വറ്റി വരട്ടെ. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് പുളിയാണ്. ഒരു ചെറിയ പുളിയാണ് എടുത്തേക്കണത്. ഒരു കുഞ്ഞി നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുളി നമുക്ക് ഇഞ്ചിക്കറിക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് എടുത്തോളൂ. അപ്പോൾ ഞാനിവിടെ ഇത്രയും വലുപ്പത്തിൽ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് പുളി പെട്ടെന്ന് തന്നെ അലിഞ്ഞു വരും. ഇനി ഇതോടെ കുറച്ച് സമയം മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇത് പുളി നമുക്ക് ലാസ്റ്റ് മതിയല്ലോ. അപ്പോൾ ഇത് അന്നേരം ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് അലിഞ്ഞു വന്നോളൂ. ഇനി ഇതൊന്ന് വറുത്തിടണം. വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഇതൊരു 1/3 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലി, 2 വറ്റൽമുളക് അത് ഇതിലേക്ക് പൊട്ടിച്ചിടാം. 1/4 ടീസ്പൂൺ ഉലുവ. തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പം ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ സാധാരണ തേങ്ങയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1/2 മുറി തേങ്ങയാണ് എടുക്കേണ്ടത്. ഇനി ഈ തേങ്ങ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അത് നല്ല ബ്രൗൺ കളറാവണം. എൻ്റെ പപ്പയുടെ വീട് ചെങ്ങന്നൂരാണ്. അപ്പോൾ അവിടെയൊക്കെ ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലാണ് സദ്യക്ക് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് വരും. പിന്നെ ഇരുമ്പ് ചീഞ്ചട്ടിയും കൂടി അല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മൂക്കും. നമ്മൾ തിരുമ്മി എടുത്ത തേങ്ങയാണ് ഇതുപോലെ വറുത്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മിക്സിയിലിട്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പൊടിയായിട്ട് കിട്ടും. അപ്പോൾ ഒരേപോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ വറുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാ പീസസും നല്ല ഒരുപോലെ തന്നെ മൊരിഞ്ഞ് കിട്ടും. നല്ലപോലെ മൂത്ത തേങ്ങയാണ് ഇങ്ങനെ വറുത്തരയ്ക്കാനൊക്കെ നല്ലത്. ഞാൻ കൂടുതലും വറുത്തരയ്ക്കാനൊക്കെ ഇതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് യൂസ് ചെയ്യുന്നത്. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ തേങ്ങയുള്ളപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ വറുത്തരയ്ക്കാനൊക്കെ കൊപ്ര പോലത്തെ തേങ്ങയാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ മൂത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യണേണ്. സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് കുറച്ചും കൂടെ മൂക്കാനുണ്ട്. അപ്പോൾ അത് ഇനി ഈ ചീഞ്ചട്ടി കിടന്നിട്ട് അതൊന്നും നല്ലപോലെ മൂത്തോളും. എല്ലാം ഒരുപോലെ തന്നെ നല്ല ബ്രൗൺ കളറായിട്ട് വരും. ഇത് ഒരു ചൂടാറി കഴിയുമ്പോഴത്തേക്ക് തേങ്ങ നല്ല ക്രിസ്പി പോലെയോ. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ബൗളിനകത്തിട്ടിട്ട് നല്ല ഫൈനായിട്ട് അധികം വെള്ളമില്ലാണ്ട് അരച്ചെടുക്കണം. ഇഞ്ചിക്കകത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നല്ല തേങ്ങ ഞാൻ നല്ല ഫൈനായിട്ടും അരച്ചു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കാം. ഞാൻ ബൗളൊന്ന് കഴുകി ഒഴിക്കാം. പുളി ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കണേന്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് തീ കുറച്ച് വെച്ചേക്കാം. ഇനി ഒന്ന് ആ പുളിയൊക്കെ ഒന്ന് വെന്ത് വരണം. ഇനി ഞാനിതൊന്ന് അടച്ചു വെക്കണേന്. ചില പുളി ഇനി ഒന്ന് വെന്ത് കിട്ടണം. ഒരു കുറച്ച് സമയം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇരിക്കും. 5 മിനിറ്റ് ഒന്നും വേണ്ട, കുറച്ച് സമയം ഒന്ന് ഇതിങ്ങനെ ഇരിക്കട്ടെ. അടച്ചു വെച്ചേക്കാം. അപ്പോൾ ഒന്ന് പെട്ടെന്ന് തന്നെ പുളി വെന്ത് കിട്ടും. കുറച്ച് സമയം ആയിട്ടുണ്ട്. നോക്കാം എന്തായെന്ന്. വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇതിലൊന്ന് വറുത്തിടണം. ഇനി വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, ഒരു വറ്റൽമുളക്, കറിവേപ്പില. ഇത് ഈ ഇഞ്ചിക്കറിയിലേക്ക് ഒഴിക്കാം.
ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെക്കാം. ചൂടാറി കഴിയുമ്പോൾ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.